ഇപ്പോൾ ഇടതു നിരീക്ഷകനായ റെജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം. അതുമായി ബന്ധപ്പെട്ട് ജനപങ്കാളിത്തം കുറവായിരുന്നു എന്നുള്ളൊരു വിമർശനങ്ങളൊക്കെയാണ് ഉയർന്നത്. ഇന്നിപ്പോൾ ഇതാ ഈ ശബരിമല സംരക്ഷണ സംഗമം കൂടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി നടക്കുകയാണ്. ജനപങ്കാളിത്തത്തിന്റെ ഒരു പ്രശ്നമാണോ ഇവിടെ കാണേണ്ടത്, അതോ ഈ സർക്കാർ നടത്തിയ ഒരു പരിപാടിയെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുമ്പോൾ കൂടുതൽ പിന്തുണ ഇനി ഈ ശബരിമല സംരക്ഷണ സംഗമത്തിനാണോ ലഭിക്കുക? അല്ല, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ അപമാനിക്കുന്നതിന് അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇന്ന് വൈകുന്നേരം അവിടെ പന്തളത്ത് നടത്തുന്ന ഈ അയ്യപ്പ യോഗം എന്ന് പറയുന്നത്. അത് തന്നെയുമല്ല, അങ്ങനെ കുട്ടിക്കളി പോലെ ഇട്ട് അമ്മാനമാടേണ്ട ഒരു ഒരു സങ്കല്പമാണോ ശബരിമല എന്ന് പറയുന്നത്? ലോകത്തിന് ശബരിമല നൽകുന്ന മെസ്സേജ് എന്താണ്? മതേതരത്വം, മതസൗഹാർദ്ദം, എല്ലാവരും ഒരുപോലെ കാണുന്നത്. ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ അതിന്റെ പ്രതിഷ്ഠ ശബരിമല ധർമ്മശാസ്താവ് സ്വാമി, ആ സ്വാമിയായിട്ട് തന്നെ പോകുന്ന അയ്യപ്പസ്വാമി ആയിട്ട് തന്നെ പോകുന്ന ആ ഭക്തരുടെ ഒരു സിംറ്റം എന്ന് പറയുന്നത് തന്നെ അത് യുണീക്കാണ്. അങ്ങനെ വേറൊരു ക്ഷേത്രത്തിൽ ഇപ്പൊ നമ്മൾ തിരുപ്പതി പോവാണെന്നുണ്ടെങ്കിൽ തിരുപ്പതി പോകുമ്പോൾ തിരുപ്പതി ഭഗവാൻ എന്നുള്ള പേരിലല്ല പോകുന്നത്. ശബരിമല മാത്രമേ ഉള്ളത് അയ്യപ്പനായിട്ട് പോകുന്നുള്ളൂ. അങ്ങനെയുള്ള ശബരിമലയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ലോകത്തിന്റെ ഓൾ ഓവർ അറൌണ്ട് ദി വേൾഡ് അതിന്റെ സന്ദേശം സ്പ്രെഡ് ചെയ്ത് വലിയൊരു പിൽഗ്രിം സെന്ററായി വളർത്തുന്നതിന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് അവതരിപ്പിച്ച പദ്ധതി പ്രകാരം 1603 കോടി രൂപ മുടക്കി അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് അയ്യപ്പന്മാരുടെ സമ്മേളനം അവിടെ വിളിച്ചു, അന്തർദേശീയ ആഗോള അയ്യപ്പ സംഗമം വിളിച്ചുകൂട്ടി. എല്ലാവരും NSSും അതുപോലെ തന്നെ SNDPയും മറ്റെല്ലാ സമൂഹത്തിലെ വിവിധ സംഘടനകളും കോർഡിനേറ്റ് ചെയ്ത് അവരെല്ലാം സഹകരിച്ചെടുത്ത് അതിന് ബദലായിട്ട് ഈ പന്തളത്ത് നടത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ യുണീക്കായിട്ടുള്ള ആ സങ്കല്പത്തിനെ, ആ തീർത്ഥാടന കേന്ദ്രത്തിലുള്ള അവഗണന, ഇവർക്ക് ഇത്രയ്ക്കും വിവരമില്ലാത്തവരായിപ്പോയല്ലോ. മറ്റൊരു ട്രാജഡി എന്ന് പറയുന്നത് ഇതേ ദിവസം തന്നെ ഈ കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുമ്പോൾ ദ സെയിം ഡേ ഈവനിങ് 5:30 ഇന്ദു മൽഹോത്ര, അതായത് ആ ജഡ്ജ്മെന്റിലെ ഏക വോയിസ് ഓഫ് ഡിസന്റ് ആയിരുന്ന ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു അയ്യപ്പ സംഘം ഡൽഹി നടക്കണമെന്ന് ഈ BJP RSS സംഘപരിവാർ തീരുമാനമെടുത്തു. പക്ഷെ നിർഭാഗ്യവശാൽ ആ ജഡ്ജി അതിൽ പങ്കെടുത്തില്ല. അങ്ങനെ അത് പൊളിഞ്ഞു നശിച്ചു. ഇപ്പോൾ പന്തളത്ത് വീണ്ടും നടത്തുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹത്തിനോടും ശബരിമല എന്ന് പറയുന്ന യുണീക്കായിട്ടുള്ള ക്ഷേത്രത്തോടും കാണിക്കുന്ന അപമാനമാണ്, അധിക്ഷേപമാണ്. ഇവർക്കൊക്കെ എന്ത് സ്നേഹവും ബഹുമാനവും ഭക്തിയാണ് ശബരിമലയുടെ ഉള്ളത്. അപ്പൊ അവിടെ ആൾക്കൂട്ടത്തിന്റെ കണക്കുകൾ നോക്കി ആൾക്കൂട്ടം വന്ന് കുറവാണ് കൂടുതലെന്നൊക്കെ പറയാൻ മാത്രം എഞ്ചുപിടി കണക്കുമായിട്ട് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് അളവുപോലെ വെക്കുന്ന ഈ പന്തളത്തെ രാജകുടുംബമൊക്കെ പോയിട്ട് 1947 അവസാനിച്ച എപ്പോഴും അവർ അവകാശപ്പെടുന്നത് അതിന്റെ നേതൃത്വം ചെയ്യുന്നത് കേരളത്തിലെ ഭക്തജനങ്ങളോടും മതേതരത്തിൽ വിശ്വസിക്കുന്ന ശബരിമലയിലോടെ വിശ്വസിക്കുന്ന അയ്യപ്പസ്വാമിയോടും കാണിക്കുന്ന കടുത്ത അവഗണനമാണ്. അതാണ് അതിന്റെ സംഭവം. അവരെത്ര ആളെ കൂട്ടുമോ ഇല്ലെന്നുള്ള ഡസൻ മാറ്റം. അതൊന്നും കേരളത്തിന്റെ പൊതുബോധത്തിൽ ഒരിക്കലും ഉയരുന്നില്ല. തന്നെയല്ല, അവരുടെ ആ വാദഗതിയെ തന്നെ തകർത്തുകൊണ്ട് UP മുഖ്യമന്ത്രി, ഒരു സന്യാസിയായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ ഇവിടെ വന്നു. അതിനെ വിമർശിച്ചു. അത് നാണക്കേട് കൊണ്ടാ. അപ്പോൾ തന്നെ ഇവരുടെ ഈ ശബരിമല സംഗമത്തിനെതിരെയുള്ള അവരുടെ നിലപാടുകൾക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരു RSS സംഘപരിവാറിന്റെ സൃഷ്ടിയായ ഒരു മുഖ്യമന്ത്രി അതിന് ആശംസ അർപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ കണ്ട് ഈ ശബരിമലയെ ഒരു വെറും കോമാളി വേഷം കെട്ടി അതിന്റെ പ്രാധാന്യത്തെ ഇടിച്ചു താഴ്ത്തി ഇതുപോലെ സമ്മേളനം നടത്തുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കുട്ടിക്കളിയായിട്ട് കാണാൻ പറ്റുന്നത്. അതിനുള്ള കനത്ത തിരിച്ചടി ആ ഭക്തര് അതിന് നൽകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.